നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ ക്ഷയത്തിന് മുഖ്യ കാരണമെന്ന് കണ്ടെത്തിയത് ഷെർവുഡ് റോളഡും മറിയോ മൊളീന. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ ക്ഷയത്തിന് മുഖ്യ കാരണമെന്ന് കണ്ടെത്തിയത് ഷെർവുഡ് റോളഡും മറിയോ മൊളീനയുമാണ്. ഷെർവുഡ് റോളഡ് ആൻഡ് മറിയോ മൊളീന എന്നിവർക്ക് പോൾ ക്രട്സനോടൊപ്പം രസതന്ത്ര നോബൽ ലഭിച്ച വർഷം 1995. ഷെർവുഡ് റോളഡ് ആൻഡ് മറിയോ മൊളീന, ഷെർവുഡ് റോളഡിനും മറിയോ മൊളീനയ്ക്കും പോൾ ക്രട്സനോടൊപ്പം രസതന്ത്ര നോബൽ ലഭിച്ച വർഷം 1995. വെള്ളി കറുത്തുപോകാൻ കാരണമായ മൂലകം സൾഫർ. വെള്ളി കറുത്തുപോകാൻ കാരണമായ മൂലകം സൾഫർ. വെള്ളി നാണയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം സ്റ്റെർലിംഗ് സിൽവർ. വെള്ളി നാണയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം സ്റ്റെർലിംഗ് സിൽവർ. വെള്ളിയുടെ ആറ്റോമിക സംഖ്യ 47. വെള്ളിയുടെ ആറ്റോമിക സംഖ്യ 47. ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള പ്രകൃതിദത്ത മൂലകം യുറേനിയം. ആറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള പ്രകൃതിദത്ത മൂലകം യുറേനിയം. യുറേനിയം ആദ്യമായി വേർതിരിച്ചത് യുജിൻ പെലിഗോട്ട്. യുറേനിയം ആദ്യമായി വേർതിരിച്ചത് യുജിൻ പെലിഗോട്ട്. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത്. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത്. ഇറാനിലെ ഗ്രീൻ സാൾട്ട് പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യുറേനിയം സംസ്കരണം. ഇറാനിലെ ഗ്രീൻ സാൾട്ട് പ്രൊജക്ട് യുറേനിയം സംസ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻറിച്ച്ഡ് യുറേനിയം, സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. എൻറിച്ച്ഡ് യുറേനിയം അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. ഏറ്റവും കൂടുതലുള്ള യുറേനിയം ഐസോട്ടോപ്പ് യുറേനിയം 238. ഏറ്റവും കൂടുതലുള്ള യുറേനിയം ഐസോട്ടോപ്പ് യുറേനിയം 238. യുറേനിയത്തിന്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തീയം. യുറേനിയത്തിന്റെ ശിഥിലീകരണം മൂലം അവസാനം ലഭിക്കുന്നത് കറുത്തീയം. ബർട്ടൺ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്നത് എന്തിനെയാണ്? ഡീസൽ. ബർട്ടൺ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്നത് ഡീസലിനെയാണ്. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം ഉത്പതനം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം ഉത്പതനമാണ്. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിന് എതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിന് എതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. ഒരു ദ്രാവകം അതിദ്രവത്വം കൈവരിക്കുന്ന താപനില അറിയപ്പെടുന്ന പേര് ലാംഡ പോയിന്റ്. ഒരു ദ്രാവകം അതിദ്രവത്വം കൈവരിക്കുന്ന താപനില അറിയപ്പെടുന്ന പേര് ലാംഡ പോയിന്റ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. LPGയിലെ ഘടകങ്ങൾ മീത്തേൻ, ബ്യൂട്ടേൻ, പ്രൊപ്പേൻ. LPGയിലെ ഘടകങ്ങളാണ് മീത്തേൻ, ബ്യൂട്ടേൻ, പ്രൊപ്പേൻ. ട്രാൻസിസ്റ്ററുകളും ICയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ജെർമേനിയം. ട്രാൻസിസ്റ്ററുകളും ICയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ജെർമേനിയം. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം A. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. തേങ്ങാവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ധാതു പൊട്ടാസ്യം. തേങ്ങാവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ധാതു പൊട്ടാസ്യം. പാരച്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ നൈലോൺ. പാരച്യൂട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബർ നൈലോൺ. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകി തീർന്ന ഉടൻ ജലനിരപ്പിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? വ്യത്യാസം വരുന്നില്ല. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിൽ ഐസ് കഷ്ണം ഉരുകി തീർന്ന ഉടൻ ജലനിരപ്പിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല.
കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണം ഹാഡ്രോൺ. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണമാണ് ഹാഡ്രോൺ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ദ്രാവകം ഖരമായി മാറുന്ന താപനില ഗലനാങ്കം. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? കുറയുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്നു. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെല്ല് പി സബ്ഷെല്ല്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെല്ല് പി സബ്ഷെല്ല്. താജ്മഹലിന്റെ നിറം മാറ്റത്തിന് കാരണമാകുന്നു എന്ന് ആരോപിക്കപ്പെട്ടത് ഏത് എണ്ണ ശുദ്ധീകരണശാലയിലെ പുകയാണ്? മധുര. താജ്മഹലിന്റെ നിറമാറ്റത്തിന് കാരണമാകുന്നത് ആരോപിക്കപ്പെട്ടത് മധുര എണ്ണ ശുദ്ധീകരണശാലയിലെ പുകയാണ്. എല്ലാ ഷെല്ലിലും ഉള്ള സബ്ഷെല്ല് എസ് സബ്ഷെല്ല്. എല്ലാ ഷെല്ലിലും ഉള്ള സബ്ഷെല്ല് എസ് സബ്ഷെല്ല്. ഹിരോഷിമയിൽ വീണ ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ വീണ ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വീണ ബോംബിന്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ വീണ ബോംബിന്റെ പേര് ഫാറ്റ്മാൻ. പ്രകൃതിയിൽ നിന്നും ലഭിക്കാവുന്നതിൽ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളമാണ്. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം യൂറിയ. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം യൂറിയ. ഏറ്റവും മധുരമുള്ള രാസവസ്തു സാക്കറിൻ. ഏറ്റവും മധുരമുള്ള രാസവസ്തു സാക്കറിൻ. കളിമണ്ണിലെ പ്രധാന ഘടകങ്ങൾ അലുമിനിയം ഓക്സൈഡ്, സിലിക്ക. കളിമണ്ണിലെ പ്രധാന ഘടകങ്ങളാണ് അലുമിനിയം ഓക്സൈഡും സിലിക്കയും. സമുദ്രജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 104. സമുദ്രജലത്തിന്റെ തിളനില 104 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തനത്തിന്റെ വേഗത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. ഘനജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 101.4. ഘനജലത്തിന്റെ തിളനില 101.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോഡി. ഐസോടോപ്പ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് സോഡി. ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ലീച്ചിങ്. ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയോൺ സെൽ. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയോൺ സെൽ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ്. പഞ്ചസാര വ്യവസായത്തിന്റെ ഉപോൽപ്പന്നമായ മൊളാസസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം റമ്മ്. പഞ്ചസാര വ്യവസായത്തിന്റെ ഉപോൽപ്പന്നമായ മൊളാസസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ് റമ്മ്. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിൻ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ എത്തിലിൻ എന്ന ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി അത്തർ. പഴവർഗ്ഗങ്ങളിൽ ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഫ്രക്ടോസ്. പഴവർഗ്ഗങ്ങളിൽ ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത് ഫ്രക്ടോസ് രൂപത്തിലാണ്. എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണങ്ങൾ അറിയപ്പെടുന്നത് സോപ്പ്. എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണങ്ങൾ അറിയപ്പെടുന്നത് സോപ്പ്. ടെഫ്ലോണിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ഫ്ലൂറിൻ. ടെഫ്ലോണിൽ അടങ്ങിയിരിക്കുന്ന ഹാലജൻ ഫ്ലൂറിൻ. മോട്സ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ. മോട്സ് പ്രക്രിയ നിക്കൽ എന്ന ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിൻ. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ അസ്റ്റാറ്റിൻ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ അസ്റ്റാറ്റിൻ.
ലോകത്താദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ലോകത്താദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകം ഏത്? മീഥേൻ. ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകം മീഥേൻ. സോപ്പ് പതയാത്ത ജലം കഠിന ജലം ഹാർഡ് വാട്ടർ. സോപ്പ് പതയാത്ത ജലമാണ് കഠിന ജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ. തേനിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ്. തേനിന്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അനിലൈൻ ക്ലോറൈഡ് ടെസ്റ്റ്. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സോപ്പോണിഫിക്കേഷൻ. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സോപ്പോണിഫിക്കേഷൻ. സോപ്പോണിഫിക്കേഷൻ പ്രക്രിയയിൽ സോപ്പിനൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഗ്ലിസറോൾ. സോപ്പോണിഫിക്കേഷൻ പ്രക്രിയയിൽ സോപ്പിനൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഗ്ലിസറോൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനമെന്ത്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് പഞ്ചസാര ക്ഷാമം ഉണ്ടായപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച കൃത്രിമ പഞ്ചസാര സാക്കറിൻ. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് പഞ്ചസാര ക്ഷാമം ഉണ്ടായപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ഔഷധങ്ങൾ ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നതിനാണ് കൂടുതൽ ഫലപ്രദം? കൊളോയിഡൽ രൂപത്തിൽ. ഔഷധങ്ങൾ കൊളോയിഡൽ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. ഗ്രേ വിപ്ലവം സിമന്റ് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കുന്നതിന് കറിയുപ്പ് ചേർക്കുന്ന പ്രക്രിയ സോൾട്ടിംഗ് ഔട്ട്. സോപ്പിൽ നിന്ന് ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കുന്നതിന് കറിയുപ്പ് ചേർക്കുന്ന പ്രക്രിയയാണ് സോൾട്ടിംഗ് ഔട്ട്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെല്ല് പി. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെല്ല് ഏത്? പി. ഏറ്റവും ചെറിയ ആൽക്കെയിൻ ഈഥേൻ. ഏറ്റവും ചെറിയ ആൽക്കീൻ ഈഥീൻ. ഏറ്റവും ചെറിയ ആൽക്കീൻ ഈഥീൻ. ഏറ്റവും ചെറിയ ആൽക്കേൻ ഈഥേൻ. ഏറ്റവും ചെറിയ ആൽക്കേൻ ഈഥേൻ. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? കറുത്തീയം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് കറുത്തീയം എന്ന ലോഹത്തിന്റെ സാന്നിധ്യമാണ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ. പതയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്. പതയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്. ഫാക്ടറികളിലെ പുക മലിനീകരണം നിയന്ത്രിക്കുന്ന സംവിധാനം കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. ഫാക്ടറികളിലെ പുക മലിനീകരണം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് കോട്രൽ പ്രസിപ്പിറ്റേറ്റർ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് 0.9%. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് 0.9%. അന്നജത്തിലെ അടിസ്ഥാന ഘടകം ഗ്ലൂക്കോസ്. അന്നജത്തിലെ അടിസ്ഥാന ഘടകം ഗ്ലൂക്കോസ്. അണുസംഖ്യയെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം Z. അണുസംഖ്യയെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം Z. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. എൻഡോസൾഫാൻ ഒരു കീടനാശിനിയാണ്. എൻഡോസൾഫാൻ ഒരു കീടനാശിനിയാണ്. കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് അമ്ലഗുണം കുറയ്ക്കാനാണ്. കർഷകർ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് അമ്ലഗുണം കുറയ്ക്കാൻ. വെളുത്തുള്ളിയുടെ അരോചകമായ ഗന്ധത്തിന് കാരണം സൾഫർ. വെളുത്തുള്ളിയുടെ അരോചകമായ ഗന്ധത്തിന് കാരണം സൾഫർ. ഏതിന്റെ അയിരാണ് വുൾഫ്രാമൈറ്റ്? ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ അയിരാണ് വുൾഫ്രാമൈറ്റ്. ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ വിപണനം ചെയ്ത കൃത്രിമ മധുരം സാക്കറിൻ. ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ വിപണനം ചെയ്ത കൃത്രിമ മധുരം സാക്കറിൻ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള സൾഫറിന്റെ രൂപാന്തരം റോംബിക് സൾഫർ.
ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള സൾഫറിന്റെ രൂപാന്തരമാണ് റോബിക് സൾഫർ. ഒരു സബ്ഷെല്ല് മാത്രമുള്ള ഏക ഷെല്ല് കെ. ഒരു സബ്ഷെല്ല് മാത്രമുള്ള ഏക ഷെല്ലാണ് കെ. ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡ്. ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡ്. ഓസ്മിയത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 22.59. ഓസ്മിയത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 22.59. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം പവിഴം. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം പവിഴം. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആഴ്സനിക്. വിഷങ്ങളുടെ രാജാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആഴ്സനിക്. കൽക്കരിയുടെ 4 വകഭേദമാണ് ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. കൽക്കരിയുടെ 4 വകഭേദങ്ങൾ ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്, പീറ്റ്. കൽക്കരിയുടെ രൂപാന്തരണത്തിലെ ആദ്യഘട്ടം പീറ്റ്. കൽക്കരിയുടെ രൂപാന്തരണത്തിലെ ആദ്യഘട്ടം പീറ്റ്. കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപം ആന്ത്രസൈറ്റ്. കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപം ആന്ത്രസൈറ്റ്. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതു ഇൽമനൈറ്റ്, മോണസൈറ്റ്. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതു ഇൽമനൈറ്റ്, മോണസൈറ്റ്. ശസ്ത്രക്രിയ നൂൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഘടകം കൈറ്റിൻ. ശസ്ത്രക്രിയ നൂൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഘടകം കൈറ്റിൻ. കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ്. കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം തയ്യാറാക്കുന്ന രീതി ഡിസ്റ്റിലേഷൻ. കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം തയ്യാറാക്കുന്ന രീതി ഡിസ്റ്റിലേഷൻ. കടൽ ജലത്തിന്റെ സാന്ദ്രത 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ. കടൽ ജലത്തിന്റെ സാന്ദ്രത 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥേൻ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥേൻ. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണം ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണം ഗ്രാഫൈറ്റ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. സ്ഥിരം കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. സ്ഥിര കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. പെയിന്റ് നിർമ്മാണത്തിൽ ലായകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ. പെയിന്റ് നിർമ്മാണത്തിൽ ലായകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ. മെഴുകിന്റെ ലായകം ടർപ്പന്റൈൻ. മെഴുകിന്റെ ലായകം ടർപ്പന്റൈൻ. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് സോപ്പിന്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 76. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് സോപ്പിന്റെ TFM 76% കുറയാൻ പാടില്ല. കൊബാൾട്ട് നൈട്രേറ്റിന്റെ നിറമെന്ത്? ചുവപ്പ്. കൊബാൾട്ട് നൈട്രേറ്റിന്റെ നിറം ചുവപ്പ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകം ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന മൂലകം ചുവന്ന ഫോസ്ഫറസ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രവർത്തനം എമൽസിഫിക്കേഷൻ. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രവർത്തനമാണ് എമൽസിഫിക്കേഷൻ. മൃദു സോപ്പ് അല്ലെങ്കിൽ സുതാര്യ സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. മൃദു സോപ്പ് അല്ലെങ്കിൽ സുതാര്യ സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി നമുക്ക് ക്ലോറിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ ആണ്. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാബിൽ നിറച്ചിരിക്കുന്ന വാതകം. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാബിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ക്ലോറിൻ. നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. നീന്തൽ കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ക്ലോറിൻ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ക്ലോറിൻ. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ. ആദ്യമായി കണ്ടെത്തിയ ഹാലജൻ ക്ലോറിൻ. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ക്ലോറിൻ. ഇനി നമുക്ക് അമോണിയയെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം.
ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം അമോണിയ. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം അമോണിയ. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ഏതിന്റെ സാന്നിധ്യം കണ്ടെത്താനാണ് നെസ്റ്റ്ലേസ് റീഏജന്റ് എന്ന ടെസ്റ്റ് നടത്തുന്നത്? അമോണിയയുടെ. അമോണിയ സാന്നിധ്യം കണ്ടെത്താനാണ് നെസ്റ്റ്ലേസ് റീഏജന്റ് എന്ന ടെസ്റ്റ് നടത്തുന്നത്. റബ്ബർ പാല് ഖരാവസ്ഥയിലാകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു. റബ്ബർ പാല് ഖരാവസ്ഥയിലാകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു അമോണിയ. അടുത്തത് നമുക്ക് അയഡിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് അയഡിൻ. ഖരാവസ്ഥയിലുള്ള ഹാലോജൻ. ഖരാവസ്ഥയിലുള്ള ഹാലോജൻ ഏതാണ്? അയഡിൻ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ്? അയഡിൻ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് അയഡിൻ എന്ന മൂലകത്തിന്റെ അഭാവം കൊണ്ടാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.